നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അത് 9-ാം അധ്യായം 23-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: യേശു ആരെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിയത്? ഉത്തരം: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. അത് 9-ാം അധ്യായം 28-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആരാണ് 2 പേർ? ഉത്തരം: മോശയും ഏലിയായും. അത് 9-ാം അധ്യായം 30-ാം വാക്യത്തിലാണ് ഉള്ളത്. നാലാമത്തെ ചോദ്യം: നിദ്രാവിവശരായിരുന്നിട്ടും അവർ ഉണർന്നിരുന്നു. ആരെല്ലാം? ഉത്തരം: പത്രോസും കൂടെയുള്ളവരും. അത് 9-ാം അധ്യായം 32-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ആർക്കൊക്കെയാണ് 3 കൂടാരങ്ങൾ? ഉത്തരം: ഈശോയ്ക്ക്, മോശയ്ക്ക്, ഏലിയായ്ക്ക്. അത് 9-ാം അധ്യായം 33-ാം വാക്യത്തിലാണ് ഉള്ളത്. ആറാമത്തെ ചോദ്യം: അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. എന്തായിരുന്നു ആ സ്വരം? ഉത്തരം: ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അത് 9-ാം അധ്യായം 35-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം: അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. ഇത് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: പിശാചു ബാധിച്ച ബാലൻ്റെ പിതാവ് യേശുവിനോട് പറഞ്ഞു. അത് 9-ാം അധ്യായം 40-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം: ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ആ വചനം ഏതായിരുന്നു? ഉത്തരം: മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അത് 9-ാം അധ്യായം 44-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം: ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. ആരോട് പറഞ്ഞു? ഉത്തരം: യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു. അത് 9-ാം അധ്യായം 49-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം: സ്വർഗരാജ്യത്തിന് യോഗ്യനല്ലാത്തവൻ ആര്? ഉത്തരം: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും. അത് 9-ാം അധ്യായം 62-ാം വാക്യത്തിലാണുള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക്